തിരൂർ നഗരസഭയിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെ പുതിയ ലീഗ് ഭരണസമിതി അധികാരമേറ്റതിന്റെ തിളക്കം മായും മുൻപെയാണ് നാണക്കേടിന്റെ അധ്യായമായി കൈക്കൂലി കേസിൽ ഭരണകക്ഷിയുടെ നേതാവ് തന്നെ പിടിയിലാകുന്നത്. നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് എന്നിവർക്കായാണ് തിരൂർ കന്മനം സ്വദേശിയായ ആയുർവേദ വെൽനസ് കേന്ദ്രം ഉടമയിൽ നിന്ന് നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനായ ഷിഹാബുദ്ദീൻ കൈക്കൂലി വാങ്ങിയത്. പരാതിക്കാരൻ 3 മാസം മുൻപാണ് തിരൂർ നഗരസഭയിൽ ആയുർവേദ വെൽനസ് സെന്റർ ലൈസൻസിനായി അപേക്ഷ നൽകിയത്. ഈ സമയം തന്നെ പേപ്പർ വർക്കിന്റെ പേരിൽ ഷിഹാബുദ്ദീൻ 2000 രൂപ പരാതിക്കാരനിൽ നിന്ന് കൈപ്പറ്റി. തുടർന്ന് പരിശോധന നടത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് 2 തവണയായി 3300 രൂപ വാങ്ങി. പിന്നാലെ ലൈസൻസ് ലഭിച്ചെങ്കിലും ലൈസൻസിന് താനും സഹായിച്ചിട്ടുണ്ടെന്നും അതിന് 10000 രൂപ തനിക്ക് വേണമെന്നും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് ആവശ്യപ്പെട്ടു. നൽകിയില്ലെങ്കിൽ ലൈസൻസ് പുതുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും കൈക്കൂലി തുക ഷിഹാബിനെ ഏൽപ്പിച്ചാൽ മതിയെന്നും സതീഷ് നിർദ്ദേശിച്ചു. ഇതോടെയാണ് വെൽനസ് ഉടമ വിജിലൻസിനെ സമീപിച്ചത്. പ്രതിയെ ശനിയാഴ്ച വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. നഗരസഭയിൽ ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങുന്നതായി പ്രതിപക്ഷം പലതവണ ആരോപണം ഉന്നയിച്ചിരുന്നു. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതിന്റെ തിളക്കം മാറും മുമ്പേ യൂത്ത് ലീഗ് നേതാവ് തന്നെ ഭരണസമിതിയുടെ സൽപ്പേരിന് കളങ്കമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ചാനൽ ന്യൂസ്, തിരൂർ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.